ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നൊരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനായിട്ട് എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള ഉപ്പ്. ഇത് നമുക്ക് നന്നായിട്ട് തരിച്ചെടുക്കുക. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 എഗ്ഗാണ്. ഇത് പൈനാപ്പിളിൻ്റെ ടേസ്റ്റിക്ക് വേണ്ടിയിട്ട് പൈനാപ്പിൾ എസൻസ് ആണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അത് കുറേശ്ശെ ഇട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല ഫ്ലഫി ആവണ വരെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാല് ചേർത്തിട്ട് ബീറ്റ് ചെയ്യരുത്. വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇത് കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. പൈനാപ്പിൾ ക്രഷ് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ഉണ്ടാവും. അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് കേക്ക് മോൾഡിൽ ഒഴിച്ച് ബേക്ക് ചെയ്യാം. 8 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. നന്നായി ടാപ്പ് ചെയ്യാം. എയർ ബബിൾ പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാം. ഇതിൻ്റെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക്. നല്ലൊരു സ്പോഞ്ച് കേക്കാണ്. അടി പിടിക്കാതെ നന്നായിട്ട് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് എപ്പോഴും ബേക്ക് ചെയ്യാം. 30-35 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ നന്നായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തിക്കിയൊരു സ്പോഞ്ച് നമുക്ക് കിട്ടും. ഞാനിത് 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. ഇത് ഞാൻ വെറ്റ് ചെയ്യുന്ന ഷുഗർ സിറപ്പിൽ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഈ ലെയറിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ പൈനാപ്പിൾ ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അതേ സെയിം ടേസ്റ്റാണ് ഇതിനും. നന്നായിട്ട് വെറ്റ് ചെയ്യാം. അടിയത്തെ ലെയർ മുകളിൽ വരുന്ന രൂപത്തിൽ വെച്ച് നമുക്കിത് ഐസിങ് ചെയ്തെടുക്കുക. ഇപ്പം എൻ്റെ ഫസ്റ്റ് കോട്ടിങ് ഇവിടെ കഴിഞ്ഞ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്ത് ഫൈനലൈസിങ് ചെയ്യാം. ഇതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമിലും നിങ്ങൾ ഒരു 1/2 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്താൽ ആ വിപ്പിംഗ് ക്രീമിനും അതേ ടേസ്റ്റ് കിട്ടും. ബീറ്റ് ചെയ്യുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കട്ടിയിൽ തന്നെ ഐസിങ് ചെയ്യാൻ നോക്കുക. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഗനാശ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പേ ഒരു 2 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് വൃത്തിയിൽ നമുക്കിത് ഗനാശ ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ക്രാപ്പർ കൊണ്ട് അതിൻ്റെ സൈഡ് ഭാഗം റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗനാശ വെച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും മെൽറ്റ് ആക്കിയിട്ട് അതിൽ കളർ ആഡ് ചെയ്തതാണ്. കൂടുതൽ ഒഴിക്കരുത്.
കൂടുതൽ ഒഴിച്ചാൽ അത് ഒലിച്ചിറങ്ങിയിട്ട് നമ്മുടെ കേക്ക് വൃത്തിയില്ലാണ്ടാവും. മുകളിൽ കുറേശ്ശെ ഒഴിച്ചതിന് ശേഷം സൈഡ് ഭാഗം കൊടുക്കുക. ഇനി ഇത് നിങ്ങൾക്ക് കഴിയണില്ല എന്നുണ്ടെങ്കിൽ ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ബാക്കിയുള്ളൊരു തട്ടാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ സ്പൂണോ വിപ്പിംഗ് ബാഗോ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അടിഭാഗം ഞാൻ ബോർഡർ ചെയ്യുന്നത് സ്റ്റാർ നോസിൽ ഇട്ടിട്ടാണ്. ഈ വിപ്പിംഗ് ക്രീമിൽ 4 കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. മുകളിലും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. അവരവരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഡിസൈനിൽ മാറ്റം വരുത്താം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണിത്. അപ്പം നമ്മളുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഷുഗർ ബോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരാം. എല്ലാവർക്കും താങ്ക് യു.